അപ്പൊ ഗൈസ് ഇന്ന് രാവിലെ തന്നെ ഞാനും ഷെമി എങ്ങോട്ടാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കുത്തുബ് മിനാർ കാണാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചപ്പോൾ ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കും, ഇവനെന്താ സുബിക്ക് കൂളിംഗ് ഗ്ലാസും വെച്ച് എങ്ങോട്ടേക്കാണ്. പക്ഷെ ആൾക്കാർക്ക് അറിയൂലല്ലോ, ഇവരൊന്നും പറയുന്നത് കേട്ട് ഞാൻ തളരില്ല എന്നുള്ളത്. പിന്നെ ഗൈസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയ സമയത്ത് ഫ്രണ്ട് ലൈൻ സീറ്റ്, ഈ പ്രാവശ്യം ബേക്കിൽ. റോഡ് മുറിച്ച് എടുക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഉള്ളിലേക്ക് എത്തുമ്പോൾ തന്നെ ഗൈഡിന്റെ വക ഒരു പ്രസംഗം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ ചരിത്രങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ അറിയുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ റോഡ് ക്ലോസ് ചെയ്യുന്നേ, റോഡ് മുറിച്ചെടുക്കാന്ന് കേട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു പച്ചപ്പ് കണ്ടാൽ ഷെമി ചൂണ്ടി കാണിച്ച് പറയും നമ്മൾ അവിടുന്ന് റീൽ എടുത്താലോ എന്ന്. ഈ സ്വഭാവം നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? അടിമയായ കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തുബ് മിനാർ നിർമ്മിച്ചത്. അടിമവംശത്തിലെ ആദ്യത്തെ രാജാവും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഖബർ, അതുപോലെ തന്നെ അന്ന് ഉണ്ടാക്കിയ മദ്രസ, പള്ളി, ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ മൊബൈലിൽ കുത്തുബ് മിനാർ കാണിച്ചു കൊടുക്കാമല്ലോ. ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങളും കുത്തുബ് മിനാർ കണ്ട് ഗൈസ്. അപ്പൊ കുത്തുബ് മിനാറിന്റെ മുന്നിൽ വെച്ച് കാത്തു കാണുന്ന ഷെമിയാണ് നിങ്ങൾ, അല്ല ആയിഷുവിനെയാണ് നിങ്ങൾ കാണുന്നത്. ആയിഷു, കുത്തുബ് മിനാർ അതാക്കണം ഇനി ഇവിടുത്തെ കാത്തു കാണുക. അങ്ങനെ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. പോരുന്ന വഴിക്ക് ആയിഷുവിന് നല്ല ദാഹം, അങ്ങനെ കുറച്ച് ജ്യൂസ് വാങ്ങിക്കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് കനത്തിൽ എന്തെങ്കിലും വേണം. എവിടേക്കെങ്കിലും ട്രിപ്പ് പോണ സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടടുത്ത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് ഒക്കെ കാണാൻ വേണ്ടി പോയി. അവിടുന്ന് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് നേരെ റൂമിലേക്ക്.